വാണിജ്യാവശ്യത്തിനുള്ള LPG സിലിണ്ടറിൻ്റെ വില കുത്തനെ കൂട്ടിയതിന് പിന്നാലെ ഇന്ധനവിലയും ഉയർത്തുമെന്ന റിപ്പോർട്ടുകൾ. പെട്രോൾ ഡീസൽ വില 5 രൂപയോളം വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് സൂചന. ലിറ്ററിന് 10 മുതൽ 20 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നാണ് കമ്പനികളുടെ ആവശ്യം. സർക്കാർ ആവശ്യം സജീവമായി പരിഗണിച്ചു വരികയാണ്. ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപനമുണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതേസമയം ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ഏകദേശം 40 മുതൽ 50 രൂപ വരെ വർധനവുണ്ടാകുമെന്നും സൂചനയുണ്ട്. ഗാർഹിക LPG വില വർദ്ധിപ്പിക്കാൻ സർക്കാരിന് മേൽ എണ്ണ കമ്പനികളുടെ സമ്മർദ്ദം ശക്തമാവുകയാണെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്ന് കമ്പനി പ്രതിനിധികളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വില ഉയർത്തിയാൽ 4 വർഷത്തിനിടെ പെട്രോൾ ഡീസൽ വിലയിലെ ആദ്യ വർധനവായിരിക്കും ഇത്. 2022 മുതൽ ചില്ലറ വിൽപ്പന നിരക്കുകൾ വലിയ തോതിൽ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. വില വർധന സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കകം കേന്ദ്രം തീരുമാനമെടുത്തേക്കുമെന്ന് സർക്കാർ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം വിലക്കയറ്റവും പണപ്പെരുപ്പവും ഭീഷണിയായ ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തലും സർക്കാരിന് മുന്നിലുണ്ട്. ഇന്ധനവില വർദ്ധിച്ചാൽ വൻ പ്രതിഷേധമുണ്ടാകുമെന്ന് കോൺഗ്രസ് അടക്കമുള്ളവർ ഇതിനകം മുന്നറിയിപ്പ് നൽകിയതും നടപടിയുമായി മുന്നോട്ട് പോകുന്നതിൽ സർക്കാരിന് വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിൽ നിലവിൽ വില വർദ്ധിപ്പിക്കേണ്ടതില്ലെന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്രം. ഇന്ധനവില വർധനവ് സംബന്ധിച്ച് നിലവിൽ യാതൊരു ശുപാർശയും പരിഗണനയിലില്ലെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവും വ്യക്തമാക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര വിപണിയിലും വില പുതുക്കണമെന്നാണ് കമ്പനികളുടെ ആവശ്യം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലെത്തിയതോടെ തങ്ങൾ വലിയ നഷ്ടം നേരിടുകയാണെന്നാണ് എണ്ണ കമ്പനികളുടെ വാദം. നിലവിലെ സാഹചര്യത്തിൽ ആഭ്യന്തര വിപണിയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന പെട്രോളിന് ലിറ്ററിന് 20 രൂപ വരെ നഷ്ടമാണെന്നാണ് കമ്പനികൾ അവകാശപ്പെടുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ ഡീസൽ നഷ്ടം ലിറ്ററിന് 100 രൂപയിലേക്ക് എത്തുമെന്നും കമ്പനികൾ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.